ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാളെക്കുറിച്ച് പൊതുവിൽ നല്ലൊരു അഭിപ്രായം ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഇനി പരീക്ഷണങ്ങളൊന്നും പറ്റില്ല. വരുത്താൻ പോകുന്നത് നമ്മുടെ കുടുംബ പൂജാരിയാ. അദ്ദേഹത്തിനാവുമ്പോ കുടുംബത്തിന്റെ ചരിത്രം മൊത്തം അറിയാലോ. ദേ, നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ എന്താ മോശമാണോ? നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിട്ടാ അവള് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ കേറിയത് ചോര കുടിക്കാൻ. കൽപ്പനെ, നീ എന്റെ കയ്യിൽ വാങ്ങിക്കുവേ. ആ, എന്നാലേ ഒന്ന് തൊട്ട് നോക്ക്. ആത്മാവും ചോരയൊന്നും ഞാൻ നോക്കില്ല, തീർത്തു കളയും ഞാൻ. എന്തിനാ അടി നിർത്തിയത്? അടി നടക്കട്ടെ. സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പോഴാ വിശ്വാസമായത് പ്രിയങ്ക ശരിക്കും പ്രതികാരം ചെയ്യുന്നുണ്ടെന്ന്. ആദ്യേ രാധികയുടെ ശരീരത്തിൽ കയറി പ്രിയങ്ക ഒരു സാമ്പിള് കാണിച്ചു. ഇപ്പോഴാ കൂടെ നിന്ന് ചതിച്ചവരെ മനസ്സിലായത്. അതുകൊണ്ടാതെ ഈ പ്രകടനം. അല്ലേ മുത്തശ്ശി? സംശയം എന്താ? പക്ഷേ മോനെ, ഒരു കാര്യമുണ്ട്. ഇതൊരു പൂജാരിയുടെ കയ്യിൽ ഒന്നും നിൽക്കില്ല. ചിലപ്പോ പൂജയും ഹോമവും മാത്രമല്ല, ബലി കൂടി നടത്തേണ്ടി വരും. ഈ ബലി നടത്തുന്ന കാര്യം പറഞ്ഞപ്പോ മുത്തശ്ശി, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടില്ലായിരുന്നോ? ഏതോ ഒരു സ്ത്രീക്ക് ബാധ ഇളകിയിട്ട് ബലി കൊടുക്കാൻ വന്ന പൂജാരി ആ സ്ത്രീയുടെ തല തന്നെ വെട്ടിക്കളഞ്ഞു. അല്ല, തമിഴ്നാട്ടിലെവിടെയോ. ഓ, അതൊക്കെ വെറുതെ പറയാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊന്നും ഉണ്ടായിട്ടുമില്ല. ആര് പറഞ്ഞു ഉണ്ടായിട്ടില്ലെന്ന്? വേണമെങ്കിൽ തലയറ്റി കിടക്കുന്ന ഞാൻ കാണിച്ചു. ഓ, ആ തലയറ്റി കിടക്കുന്ന കാഴ്ച ഒന്ന് കാണണം. അല്ല, ഇവിടെയും പൂജാരി വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും മുത്തശ്ശി? അല്ല, ഈ ഇവരുടെ ആരുടെയും തല ചെലപ്പോ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മുടെ കയ്യിൽ നിക്കാത്തത് മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചല്ലേ പറ്റൂ. പറ്റൂ. പൂജാരി വരട്ടെ മുത്തശ്ശി. എന്തായാലും രാധികയുടെ ദേഹത്ത് പ്രിയങ്കയുടെ ആത്മാവുണ്ടെന്ന് പറയുന്ന ആരോപണം ഇതോടെ അങ്ങ് അവസാനിക്കുമല്ലോ. പിന്നെ ഇവര് തമ്മിൽ ആരെ കൊന്നാലും നമുക്കെന്താ? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി,
മുത്തശ്ശി 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 അമ്മ നീ എങ്ക പോരെ എനിക്ക് എന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോണം. போக முடியாது മുത്തശ്ശി മുത്തശ്ശി போய் உட்காரு வாமா എനിക്ക് പോണം. வாமா എനിക്ക് എന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോണം. இல்லம்மா മുത്തശ്ശി சொல்றது கேளுமா വിട്. ആരാ? வாமா அம்மா சொல்றது கேளு போகாத മുത്തശ്ശി, വിട്. மல்லி போகாத வாமா மல்லி போகாத மல்லி എനിക്ക് എന്റെ മുത്തശ്ശി കാണുന്നത് പറഞ്ഞില്ലേ? ആരാ? மல்லி അടിക്കാതെ വേണം. ஏய் எங்க போறது நீ நீ யாரோடும் சொல்லாம எங்க போறது? മുത്തശ്ശി, വിട്. എനിക്ക് മുത്തശ്ശി കാണണം. വിട്. அப்படி ஒண்ணு செய்யாதம்மா മുത്തശ്ശി, அவள ஒண்ணு பண்ணாதம்மா எடி மாறடி இங்க இருந்து. വിട്. எனக்கு கோபம் வரும். காரணம் இவக்காக எவ்வளவு செலவழிச்சிருக்கு. இவள மூலமா அட்வான்ஸ் வாங்கி இருக்கு. அது எப்படி அடி திருப்பி கொடுக்கும்? உங்க கையில இருக்கா? வேணம்மா எங்க நிக்கிற யாராவது ஒருத்தன் கையில இருக்கா? நான் இல்லாத நேரத்துல எப்படியாவது இவளு வெளியே போனா ஒருத்தன் கூட உயிரோட இருக்காது. கூட்டிட்டு போடி. ஒண்ணு செய்யாதம்மா வாடிங்க. உள்ள போடி. அம்மா இவளுக்கு உண்மையாவே ஒரு பாட்டி இருக்குன்னு அடிக்கடி சொல்லுவேனே, முத்தசி முத்தசின்னு. ஒரு நாள் இவளை திறந்து விட்டேன்னா நமக்கு தெரிஞ்சிடும் அவள் யாருன்னு. அவளை சொல்லுவேன். அவளை சொல்ல வைக்கிறேன் நான். ആ പൂജാരി ഒന്ന് വിളിക്കണ്ടേ? ഓ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ തന്നെ വിളിക്കാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ കുടുംബത്തിനൊരു പ്രശ്നം വന്നാൽ അത് നമ്മൾ തന്നെയല്ലേ പരിഹരിക്കേണ്ടത്. ഈ കാര്യത്തിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ മോചനം നേടാനും സാധിക്കും. പൂജാരിയെ വിളിക്കാനുള്ള ഒരുക്കത്തിലാ. അക്കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. പൂജാരിയുടെ കാര്യത്തില് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അന്ന് വന്ന പൂജാരിയില്ലേ, അയാളെ തന്നെ വിളിച്ചാ മതി. വേണ്ട, അയാളെക്കുറിച്ച് പൊതുവിൽ നല്ലൊരു അഭിപ്രായം ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഇനി പരീക്ഷണങ്ങളൊന്നും പറ്റില്ല.